നമ്മൾ വചനത്തിലേക്ക് തിരിയാനായിട്ട് പോകുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത്. നിങ്ങൾ ആ വാക്ക് കേട്ടു എന്നെനിക്ക് തോന്നുന്നു. 9-10 വാക്യങ്ങൾ ഈ മാസം തുടങ്ങിയപ്പോൾ ഞാൻ വായിച്ച വാക്യമാണ്. തുടർമാനമായി നമ്മൾ ഈ വാക്യത്തിൽ തന്നെ കേൾക്കുകയാണ്. നമ്മൾ വചനം കേട്ടത് 400 വർഷം ഒരു ജനനദി മുഴുവൻ അടിമത്തത്തിൻ്റെ അഗാധതയിൽ മുന്നോട്ട് പോകുന്ന ഒരു വല്ലാത്ത അളവ്. എല്ലാ ദിവസവും ഫറവോന്റെ മുറ്റം തൂക്കുമ്പോൾ അവർ ചോദിക്കും, ദൈവമേ ഞങ്ങൾക്ക് വിടുതലില്ലയോ എന്ന് ചോദിക്കും. അവർ ചോദിക്കും, ഞങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറത്തില്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കും. ഒരു ദൂത് കേട്ടോ, നീ ഇവിടെ കരയുമ്പോൾ അപ്പുറത്ത് വിടുതൽ നടക്കുന്നുണ്ട്. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നീ പോലും അറിയാതെ തൊട്ടപ്പുറത്ത് നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇതിൻ്റെ നടുവിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞാൻ ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ പോലും അറിയാത്തൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ വിടുതൽ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ഇറങ്ങി വരുന്നുണ്ട്. കരമടിച്ച ആ നാമത്തെ ഉയർത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ആ നാമത്തെ ഉയർത്തിയേ. ആത്മാവനോട് പറയുക, നിന്റെ വിഷയത്തിന് തൊട്ടപ്പുറത്തൊരു വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് രാവിലെ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. നീയും നിന്റെ കുടുംബവും തകർന്നു പോകയില്ല. നീയും നിന്റെ വീടും തകർന്നു പോകയില്ല. നീയും നിന്റെ മക്കളും തകർന്നു പോകയില്ല. നിനക്ക് വേണ്ടി ഉയർന്നു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിക്ക്, ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യത്തിന് എന്നോട് ദൈവം പറയാ, നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തി ദൈവം പറയുക, തൊട്ടപ്പുറത്തൊരു വിടുതൽ നടക്കുന്നുണ്ട്. നീ പോലും അറിയാതെ തൊട്ടപ്പുറത്ത് ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. നീ പോലും അറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നീ പോലും അറിയാതെ നിന്റെ പേര് വിളിച്ച് മിസ്രൈമിലേക്ക് പോകാം എന്ന് പറയാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ കാലത്തിലൊന്നും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധി നിനക്ക് നേരിടുമ്പോൾ ദൈവകുഞ്ഞെ ഇന്ന് രാവിലെ തിരിച്ചറിയണം, ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കുന്നു നിനക്ക് വേണ്ടി. ദൈവത്തിന്റെ അത്ഭുതം ഇറങ്ങി വരുന്നു. ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് രാവിലെ ചലിച്ചു തുടങ്ങുന്നതിന് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു വാക്ക് കേൾക്കണം. എല്ലാവരും വിടുതലില്ലെന്ന് വിധി എഴുതി. എല്ലാവരും ഇനി അത്ഭുതം നടക്കത്തില്ല എന്ന് വിധി പറഞ്ഞു. പക്ഷെ ദൂത് കേട്ടോണം, തമ്പുരാൻ തൊട്ടപ്പുറത്ത് ഒരുത്തനെ ഒരുക്കുന്നുണ്ട്. മോശ എന്ന ഒരു അഭിഷക്തനെ ദൈവം തൊട്ടടുത്തൊരുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ചലിച്ച ഇറങ്ങി വരേണ്ടതിന് തൊട്ടപ്പുറത്തൊരു ദൈവ സാന്നിധ്യം. ഇന്ന് രാവിലെ നീ വിടുവിക്കപ്പെടാൻ പോവാ. ഇന്ന് രാവിലെ നീ വിടുവിക്കപ്പെടാൻ പോകുകയാ. ചില പുറകോട്ടുള്ള കാലഘട്ടങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് രാവിലെ മാറിപ്പോകയാ. ഒന്ന് കരമുയർത്തി ദൈവത്തിന് ആമീൻ പറ. ഇത് നിനക്കൊരു വിടുതലിന്റെ കാലമാണ്. നിനക്കൊരു അത്ഭുതത്തിന്റെ കാലമാണ്. നിന്നെ തടഞ്ഞു വെച്ച ദുഷ്ടവ്യാപാരങ്ങളെ ഈ രാവിലെ പൊട്ടിച്ചു കളയാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ഒരു ദൂത് പറയാം. 400 വർഷം പുറലത്തെ വാഗ്ദത്തം ഇന്ന് രാവിലെ തട്ടി എഴുന്നേക്കാൻ പോവാ. ഇന്ന് വരെ വെളിപ്പെട്ടത്
400 വർഷം പുലർത്ത ശാപമാണെങ്കിൽ, 400 വർഷം പുലർത്ത ബന്ധനമാണെങ്കിൽ, ഇന്ന് രാവിലെ 400 വർഷം, ഇന്ന് രാവിലെ പഴയ ശാപങ്ങൾ പേര് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരാൻ പോവാ. 400 വർഷം പുലർത്തെ ശാപമാണ് നീ കേട്ടതെങ്കിൽ ഇന്ന് രാവിലെ അനുഗ്രഹം നിന്റെ മേൽ വരാൻ പോകുകയാ. ചില പ്രവചനങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാവിലെ യാത്ര ചെയ്യുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുക. കർത്താവിനോട് പറയുക, ചില കുടുംബത്തിനകത്ത് വാഗ്ദത്തങ്ങൾ ഇറങ്ങി വരാൻ പോകുകയാ. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് രാവിലെ നിന്റെ വീടിനകത്ത് യാത്ര ചെയ്യുന്ന അത്ഭുതത്തിന്റെ കരം ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കാൻ പോകുകയാ. കൊള്ളത്തില്ലെന്ന് പറയുന്ന, ശരിയാകത്തില്ലെന്ന് പറയുന്ന, രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന നിന്നെ കൊണ്ട് തന്നെ എൻ്റെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. മറ്റൊരുത്തനെ കൊണ്ടല്ല, നിന്നെ കൊണ്ട് തന്നെ. വിക്കനായ മോശേ, ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്, ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്. അഭിഷേകമുള്ള അഭിഷക്ത, നിന്നെ ഇന്ന് രാവിലെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാവിലെ നീ പേറി വന്ന ശാപങ്ങളുടെ കുരുക്കുകളെ എന്റെ ദൈവം പൊട്ടിച്ചു കളയുക. ശാപങ്ങളുടെ കുരുക്കുകളെ നിങ്ങൾ ചോദിച്ചില്ലയോ, ദൈവമേ എന്റെ ജീവിതത്തിനകത്ത് എന്താ ഇത്? ഇന്ന് രാവിലെ ശാപത്തിന്റെ ശാപത്തിന്റെ ശക്തികളെ പ്രവചനത്തിന്റെ ശക്തി കൊണ്ട് ഉടച്ചു കളയാൻ ദൈവത്തിന്റെ സാന്നിധ്യം. ഒരു ദൂത് കേട്ടോണം, നിങ്ങളുടെ മേൽ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറും. ഉറപ്പുണ്ടോ? നിന്നോട് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വാക്കുകൾ ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നിറവേറാൻ പോകുകയാണ്. നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുകയാ. ഒരു ദൂത് കേൾക്കണം, നിന്റെ വീട്ടിൽ തകർച്ചയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്റെ വീട്ടിൽ അനുഗ്രഹം എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിൽ പ്രതിസന്ധിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിനക്കൊരു അനുഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുക, നിന്റെ വീട്ടിലേക്ക് അസാന്നിധ്യം ഇറങ്ങി വരിക, നിന്റെ വീട്ടിലേക്ക് അത്ഭുതം ഇറങ്ങി വരിക. ഇങ്ങനെ തന്നെ നീ തീരത്തുള്ളൂ എന്ന് വിചാരിച്ച നിന്നോട് ദൈവത്തിന് പറയാനുണ്ട്, ഇങ്ങനെ തന്നെ നീ തീരുക അല്ല. നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ അധ്യായം എഴുതാൻ പോകുക. ഒരു പുതിയ അധ്യായം എന്റെ ദൈവം എഴുതി ചേർക്കാൻ പോകുക. മോശ മരുഭൂമി കൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവാ. വയസ്സ് 80 ഉണ്ട്. 40ാമത്തെ വയസ്സിലൊക്കെ മിടുമിടുക്കനായിരുന്നു. സ്വന്തം ശക്തി കൊണ്ട് രക്ഷിക്കാമെന്ന് വിചാരിച്ച് ഒരു മിസ്രൈമിനെ ഒറ്റ അടിക്ക് കൊന്ന് മണ്ണിൽ പൂത്തി. പിറ്റേ ദിവസം ഇസ്രായേലും തമ്മിൽ വഴക്കുണ്ടാകുന്ന കണ്ട് അവിടുന്ന് ഓടിപ്പോകുന്ന രംഗമാണ് മോശയുടെ. അവിടുന്ന് പോരുമ്പോൾ മോശ മനസ്സിൽ പറഞ്ഞു, ഇനി ഒരിക്കലും മിസ്രൈമിലോട്ട് തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും ഫറവോന്റെ നാട്ടിലോട്ട് തിരിച്ചു വരത്തില്ല. ഇത് മോശയുടെ വീടാണോ? ഈ ഫറവോന്റെ വീട് മോശയുടെ വീടാണോ? ആണ്, മോശയുടെ വീടാ. മോശ എവിടാ വളർന്നേ? ഫറവോന്റെ വീട്ടിൽ. രാമൻ പറ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് നീ തിരിച്ചു വരത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയതാ മോശ. 80ാമത്തെ വയസ്സിൽ ദൈവപ്രത്യക്ഷതയിൽ ഒരു ദൂത് കേട്ടോണം, നിനക്കൊരു ദൈവപ്രത്യക്ഷത ഉണ്ടാവും. വിടുതൽ അനുഭവിക്കുന്ന സകല ആളുകൾക്കും ഒരു ദൈവപ്രത്യക്ഷത ഉണ്ടാകും. അത്ഭുതം ഇന്ന് രാവിലെ ചിലരെ ദൈവം തൊടും. അതിനാ ദൈവം എന്നെ വിട്ടേക്കുന്ന്. എന്നോട് ദൈവം പറയുക, ചില ആളുകളെ തമ്പുരാൻ ഇന്ന് രാവിലെ തൊടുമെന്ന് ആത്മാവനോട് പറയുക. ഒരു ദൈവ പ്രത്യക്ഷത ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ ഇറങ്ങി വരാൻ പോകുക. തകർന്നു ഉടഞ്ഞ് യാത്ര ചെയ്ത അഭിഷക്തം നിനക്ക് ഒരു ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകും. രാവിലെ ആത്മാവ് ഞാൻ പറയുക, തകർന്ന് ഉടഞ്ഞ് യാത്ര ചെയ്യുന്ന നിനക്കൊരു ദൈവ പ്രത്യക്ഷത ഉണ്ടാകും. മോശ നടന്ന് ഞാൻ
വായിക്കാൻ സമയത്തിൻ്റെ എളുപ്പം കൊണ്ട് ഞാൻ തന്നെ വായിക്കുക. 3-ാം അധ്യായം തുടങ്ങി വെക്കുന്നത് മരുഭൂമിക്ക് അപ്പുറത്തേക്ക് മോശ യാത്ര ചെയ്തു എന്നാണ് വാക്യം. ഇതുവരെ നടക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൂത് കേട്ടോളുക, നിന്റെ മരുഭൂമിക്ക് ഒരപ്പുറമുണ്ട്. കൈപൊക്കി ഒരു ആമീൻ പറയാമോ? മരുഭൂമിക്ക് ഒരപ്പുറമുണ്ട്. എന്നും നിനക്ക് മരുഭൂമി അല്ല, എന്നും നിനക്ക് വെള്ളമില്ലാത്ത ഇടമല്ല, എന്നും നിനക്ക് തകർച്ചയല്ല, എന്നും നിനക്ക് ഭാരമല്ല, എന്നും നിനക്ക് കണ്ണുനീരല്ല, എന്നും നിനക്ക് ഉടച്ചയല്ല. ഈ മരുഭൂമിക്ക് ഒരപ്പുറമുണ്ട്. യാത്ര ചെയ്ത് പോകുന്ന അഭിഷക്ത മരുഭൂമിക്ക് ഇന്ന് രാവിലെ ചില ആളുകൾ ആരാധിച്ചു മരുഭൂമിക്ക് അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന രാവിലെയാണ്. നിന്റെ മരുഭൂമിക്കൊരപ്പുറമുണ്ട്, നിന്റെ മരുഭൂമിക്കൊരപ്പുറമുണ്ട്, നിന്റെ മരുഭൂമിക്കൊരപ്പുറമുണ്ട്. പിശാദിന് ചുമ്മാതിരിക്കുന്നവരെ പേടിയില്ല, വചനം പറയുന്നവരെ പേടിയാ, ആരാധിക്കുന്നവരെ പേടിയാ, അഭിഷേകമുള്ളവരെ പേടിയാ. അതെന്നാന്ന് ചോദിച്ചാൽ അവരുടെ മേൽ വ്യാപരിക്കുന്നൊരു ദൈവത്തിന്റെ തീയുണ്ട്, അവരുടെ മേൽ വ്യാപരിക്കുന്നൊരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. എനിക്കിന്ന് രാവിലെ ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയും സാന്നിധ്യവും കൃപയും ഒക്കെ ഇതിന്റെ നടുവിൽ ഇറങ്ങി വരുന്നത്. മോശയുടെ യാത്രയ്ക്ക് ഒരു തടസ്സമുണ്ട്. എന്താണ് തടസ്സം? ഈ ശക്തി കൊണ്ട് മിസ്രൈമിപ്പാൻ പറ്റില്ല. ഒരാളെ നോക്കി പറ, ഈ ശക്തി കൊണ്ട് മിസ്രൈമിപ്പാൻ പറ്റത്തില്ല. ഇല്ല, പറ്റുകയില്ല. ഈ ശക്തി കൊണ്ട് പോകാൻ പറ്റുകയില്ല, ഈ അഭിഷേകം കൊണ്ട് പോകാൻ പറ്റില്ല, ഈ കൃപ കൊണ്ട് പോകാൻ പറ്റില്ല. തേജസ്സിന്റെ മേൽ തേജസ് വരാൻ പോകുകയാ. ആമേൻ. മോശയുടെ മൂടുപടത്തിന്, മോശയുടെ മുഖത്തിട്ട മൂടുപടം പഴയ നിയമത്തിനകത്ത് ശക്തിയായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ മുഖത്ത് വിളങ്ങുന്ന ദൈവത്തിന്റെ ദിവ്യ തേജസ്സിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ തേജസ്സിന് കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഇന്ന് രാവിലെ നിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് വിളങ്ങും. 3-ാം അധ്യായത്തിൽ മോശ മരുഭൂമിക്ക് അപ്പുറത്ത് യാത്ര ചെയ്തു. മരുഭൂമിക്ക് അപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മോശ ഒരു തീ കാണുകയാണ്. തീ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളയാളാ മോശ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു തീ കത്തിക്കൊണ്ടിരിക്കുക. ആ തീയുടെ അടുത്തേക്ക് ഇതെന്താന്ന് കാണാൻ വേണ്ടി മോശ അടുത്തേക്ക് ചെന്നപ്പോൾ തീക്കകത്തുനിന്നൊരു വിളി, മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചു കളയുക. മോശ ഞെട്ടിപ്പോവുക. ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോണം, നിന്നെ വിളിക്കുന്ന തീ ഇതിനകത്ത് ഇറങ്ങി വരും. കൈ ഉയർത്തി ആമീൻ പറ. നിന്നെ വിളിക്കുന്ന തീ ഇന്ന് രാവിലെ ഇതിനകത്ത് ഇറങ്ങി വരും. 80 വർഷത്തെ ശാപം അഴിക്കാൻ ഇന്ന് രാവിലെ അഭിഷക്ത ഇതിനകത്തേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്നോട് ആത്മാവ് പറയുക, 80 വർഷത്തെ ശാപം അഴിക്കാൻ ഇന്ന് രാവിലെ നീ നിൽക്കുന്ന തീക്ക് പ്രാപ്തിയുണ്ട്. നീ നിൽക്കുന്ന തീ ഇന്ന് രാവിലെ അതിന്റെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കാൻ പോവാ. കൈയൊന്ന് പൊക്കിയ രാമയും പറഞ്ഞേ. ഇനി ബാക്കിയാക്കണേ. മോശ വിളിച്ചു. എന്നിട്ട് മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. മോശ ചെരുപ്പൊക്കെ മാറ്റി. അടുത്ത് ചെന്നപ്പം മോശയോട് പറഞ്ഞു, ഈ തീക്കകത്തുള്ള ആള് ഇറങ്ങി വന്നു. ഒരാമയും പറ. ഇന്ന് രാവിലെ ഈ തീക്കകത്തുള്ള ആള് നിന്റെ അകത്ത് വരും. കൈ പൊക്കി ആമയും പറ. തീക്കകത്ത് വ്യാപരിക്കുന്നയാള് നിന്റെ അകത്ത് വരും. നിന്റെ അകത്ത് വന്ന നിങ്ങൾക്കറിയാമോ, തീക്കകത്ത് വ്യാപരിക്കുന്നയാള് നിന്റെ അകത്ത് വന്നാൽ നീ പോകുന്ന സ്ഥലത്ത് അഗ്നിയായിരിക്കും. രാമീം പറയല്ലേ. ഇന്ന് രാവിലെ എന്നോട് ദൈവം പറയുവാ, ഇതിനകത്തൊരു ദൈവത്തിന്റെ തീ കത്താൻ പോവാ, ഇതിനകത്തൊരു ദൈവത്തിന്റെ ശക്തി കത്താൻ പോകുകയാ.
അഗ്നികളെ കത്തിച്ച ദുർവ്യാപാരത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ തീ കത്തി തുടങ്ങുന്നതിന്, ദൈവത്തിന്റെ തീ കത്തി തുടങ്ങുന്നതിന്, ദൈവത്തിന്റെ തീ കത്തി തുടങ്ങുന്നതിന്, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. എൻ മനമേ അവയെ വാട്ടുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ നാമത്തെ ഉയർത്തുക. നിന്റെ വഴിയെ തടഞ്ഞത്, നിന്റെ കുടുംബത്തിന്റെ വഴിയെ തടഞ്ഞ സ്ഥലത്ത് നിന്നെ വിളിക്കാൻ ദൈവം ഇറങ്ങി വരും. വെറുതെ വിളിക്കുമെന്നല്ല, ഇവൻ നിന്റെ അകത്ത് വരും. വിളിച്ചവൻ നിന്റെ അകത്ത് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായവർക്കായി സ്തോത്രം. വിളിച്ചവൻ അകത്തുണ്ടെങ്കിൽ വിളിച്ചവൻ തീയിലിറങ്ങും. രാമീം പറയാമോ? 3 എബ്രായ ബാലന്മാരെ കയ്യും കാലും ഒക്കെ കെട്ടി തീച്ചൂളക്കകത്തിട്ടു. ഈ പിള്ളേരുടെ അകത്ത് ഈ തീയെ നിർമ്മിച്ചവനുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ രാജാവ് നോക്കിയപ്പോ അകത്തുള്ളവൻ പുറത്തിറങ്ങി. രാജാവ് എഴുന്നേറ്റ് നിന്നു. ഇന്ന് രാവിലെ നിന്റെ അകത്ത് ഉള്ളവൻ പുറത്തിറങ്ങാൻ പോവാ. കൈയൊന്നുയർത്തി ഒരു ആമീൻ പറഞ്ഞേ. യേശുവേന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ദാണ്ട എന്നെ ഒരു വാക്കൊന്ന് കേട്ടെ. എന്നോട് ആത്മാവിന്ന് രാവിലെ ഒരു പ്രവചനമായിട്ട് പറയുക, നിന്റെ അകത്തുള്ള ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ചലിക്കും. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാവിലെ ഇറങ്ങി വരും. ഒന്ന് കൈപൊക്കിയ ദൈവത്തിന് ഒരാമീൻ പറയാൻ പറ്റുന്ന ആളുകള് എന്റെ ദൈവത്തിന് ഒരാമീൻ പറഞ്ഞ് എന്റെ അകത്തുള്ളവൻ ഇന്ന് രാവിലെ ഈ തീയുടെ അകത്തേക്ക് ഇറങ്ങി വരാൻ പോകുകയാ. നിന്നെ നശിപ്പിക്കാനായി തീ കത്തിച്ചേ. രാമീൻ പറ. നിന്റെ വീടിനെ നശിപ്പിക്കാനായി ഇത് ചെയ്തേ. നിനക്കെതിരെ തിരി കത്തിച്ചത് നിന്നെ നശിപ്പിക്കാനാ. നിനക്കെതിരെ ആഭിചാരം ചെയ്ത നിന്നെ നശിപ്പിക്കാനാ. നിന്റെ കുടുംബത്തെ തകർക്കാനാ ഇതെല്ലാം ചെയ്തേ. രാമീൻ പറഞ്ഞു. പക്ഷെ ദൂത് കേട്ടോ, നിന്നെ ആര് നശിപ്പിക്കാൻ നോക്കിയാലും ഇന്ന് രാവിലെ നീ ഉയരാൻ പോകുകയാ. ഇന്ന് രാവിലെ നിന്റെ വീട് ഉയരാൻ പോകുകയാ. ഇന്ന് രാവിലെ നിന്റെ തലമുറ ഉയരാൻ പോകുകയാ. നീ നശിച്ചു പോകത്തില്ല. എൻ മനമേ ഹോവേ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. അവന്റെ ഉപകാരങ്ങളൊന്ന് മറന്നു പോകരുത്. അവന്റെ ഉപകാരങ്ങളൊന്ന് മറന്നു പോകരുത്. രാവിലെ ഒരു വാക്ക് കേട്ടോ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ നശിപ്പിക്കാൻ കത്തിച്ചതാ. അഭിഷക്ത, നിന്നെ നശിപ്പിക്കാൻ കത്തിച്ച, പക്ഷെ നീ നശിക്കുകയല്ല. നിന്റെ അകത്തുള്ള ആരാന്ന് ഈ തീ വീഴുമ്പോ മനസ്സിലാവും. നിങ്ങൾ കൈപൊക്കിയോ രാമീൻ പറ. തീക്കകത്ത് വീഴുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നിന്റെ അകത്തുള്ളവൻ ആരാന്ന്. അതുവരെ ആർക്കും മനസ്സിലാവൂല. ഈ തീക്കകത്ത് ഇറങ്ങി കഴിയുമ്പോ മനസ്സിലാകൂ നിന്റെ അകത്തുള്ളവൻ ആരാന്ന്. നിന്റെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നിന്റെ അകത്തുള്ളവൻ. ചില ആളുകൾ വിഷമത്തിൽ വന്നിട്ടുണ്ട്, ചില ആളുകൾ തകർച്ച വന്നിട്ടുണ്ട്. മക്കളെ, ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നീ പ്രതിബന്ധമൊക്കെ മാറിപ്പോ. നിന്റെ വീട്ടിൽ നീ തകർച്ചയൊക്കെ മാറിപ്പോകൂ. അമ്മ ഇല്ലെന്ന് നീ പറയുന്ന നിന്റെ രംഗമുണ്ടല്ലോ, അത് മാറാൻ പോവാ. എന്റെ ദൈവം നിന്നെ ആദരിക്കാൻ പോവാ. നിന്റെ മുഖത്തെ ആദരിക്കാൻ പോവാ. നിന്റെ വീടിനെ ആദരിക്കാൻ പോവാ. നെബൂഖദ്നേസറിന്റെ കാലത്ത് കത്തിച്ച തീയ നിന്നെ തകർക്കാൻ കത്തിച്ച. ഇവര് വിചാരിച്ചത് തീ 7 മടങ്ങ് കൂട്ടി. എത്ര മടങ്ങ? 7 അല്ല, 700 മടങ്ങ് കൂട്ടിയാലും ഒരു ചുക്ക് സംഭവിക്കത്തില്ല. കൈ ഉയർത്തിയ രാമീൻ പറ. ഇനി 7000 കൂട്ടിയാലും ഈ പിള്ളേരിനകത്തൊന്ന് പൂ പോലെ ഇറങ്ങി വരും. ഇതിനകത്തുനിന്ന് നമ്മൾ ഇറങ്ങി വരും പാസ്റ്ററെ. ഇതിനകത്തുനിന്ന് നിന്റെ വീട് ഇറങ്ങി വരും. ഈ പ്രതിബന്ധത്തിനകത്തുനിന്ന് നീ ഇറങ്ങി വരും. ദൈവം നിന്നെ ആയുസോടെ ഇരുത്തിയേക്കുക.
ഇന്ന് രാവിലെ നിന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നീ വീണു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല. ഇല്ല. പിന്നെ ചിലർ വിചാരിക്കും ഇത് ഷോർട്ട് കട്ടാണ്. ഒരു ഷോർട്ട് കട്ടും ഇല്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതിനെ വെട്ടിക്കളയാൻ പ്രാപ്തിയുള്ളവരായിട്ട് മാറണം. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ചിലരെ എൻ്റെ ദൈവം പ്രാപ്തരാക്കി മാറ്റാൻ പോവാ. ചിലരെ ദൈവം പ്രാപ്തരാക്കി മാറ്റാൻ പോവാ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ കരമൊന്നുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവ് എന്നോട് പറയുക, ചിലരെ ഇന്ന് രാവിലെ ദൈവം പ്രാപ്തരാക്കാൻ പോവാ. ചിലരെ ദൈവം അഭിഷക്തരാക്കാൻ പോവാ. സത്യമായിട്ടും നിങ്ങളെ കത്തിക്കാൻ വേണ്ടി, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കത്തിച്ച തീയ. ഇതാണ് സത്യം. നിങ്ങളെ നശിപ്പിക്കാൻ കത്തിച്ചതാ. പക്ഷെ ദൂത് നീ നശിക്കത്തില്ല. വീട്ടിൽ നിന്നിറങ്ങുന്ന ലാഘവത്തോടെ നീ ഇറങ്ങി വരും. ഇന്ന് രാവിലെ നീ ഇറങ്ങി വരും. നിന്റെ കുടുംബം ഇറങ്ങി വരും. നിന്റെ പിള്ളേർ ഇറങ്ങി വരും. നിന്റെ വീട് ഇറങ്ങി വരും. ഇന്ന് രാവിലെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ഒരിക്കലും ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയാ തീ കത്തിച്ചത്. പക്ഷെ ഇന്ന് രാവിലത്തെ യോഗത്തിൽ നീ ഇറങ്ങി വരും. രാമീൻ പറ. ഇവര് 3 പേരെയും കെട്ടി തീയിലിട്ടു. ഇവരുടെ അകത്തുള്ളയാള് തീന്ന് വെളിയിറങ്ങി വന്നു. ഇദ്ദേഹത്തെ കണ്ടോണ്ട് ആരെഴുന്നേറ്റു? ഫറവോൻ എഴുന്നേറ്റു. ഇദ്ദേഹത്തെ കണ്ടോണ്ട് നെബൂഖദ്നേസർ എഴുന്നേറ്റു. ജനം മുഴുവൻ എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമേ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലയോ? പറ്റാൻ ചെയ്ത ഒരാമീൻ പറ. ഈ കടം പറ്റാൻ ചെയ്ത, ഈ ആഭിചാരം പറ്റാൻ ചെയ്ത, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ചെയ്ത, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ചെയ്ത കൂട്ടിയ ആധിപത്യങ്ങളുടെ ശക്തികൾ എല്ലാം നിന്റെ വീട്ടിൽ നിന്ന് അടിഞ്ഞു മാറാൻ പോവാ. യേശുവേ എന്ന് വിളിച്ച് ആ നാമത്തെ ഉയർത്താൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാവിലെ ആ നാമത്തെ ഉയർത്തിയേ നിന്റെ കുടുംബത്തെ തകർത്തുകളയാ. കൈയടിച്ചില്ല എവിടെ പോകുന്ന ചോദിച്ചു. കൈയടിച്ചിൽ പ്രശ്നമുണ്ടോന്നാ ചോദിച്ചേ. കൈയടിച്ചിൽ പ്രശ്നമുണ്ടോ? ഉണ്ട്. കൈയടിച്ചിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നരകത്തിൽ കിടന്ന് കൈയും കാലും അടിക്കേണ്ടി വരും. ഇപ്പോഴാണ് കൈ മാത്രം അടിച്ചാൽ മതി. നീ കൈ ഉയർത്തിയ രാമീൻ പറഞ്ഞേ. ഇന്ന് രാവിലെ ആരാധിക്കുന്ന നിനക്ക് ദൈവം തരുന്ന അവസര, സ്തോത്രം ചെയ്യുന്ന നിനക്ക് ദൈവം തരുന്ന അവസര, സ്തുതിക്കുന്ന നിനക്ക് ദൈവം തരുന്ന അവസര. ഇന്ന് രാവിലെ നിനക്ക് കിട്ടിയ അവസരം പാഴാക്കരുത്. ഞങ്ങൾക്കൊരു സ്വർഗമുണ്ട്. ഞങ്ങളുടെ സ്വർഗം എന്നാന്ന് നിനക്കറിയാമോ? ഞങ്ങളുടെ സ്വർഗത്തിൽ ഞങ്ങളുടെ ദൈവത്തെ വാരിപ്പുണർന്ന് ആരാധിക്കുന്ന നിമിഷമാണ് ഞങ്ങളുടെ സ്വർഗം. ഞങ്ങളുടെ സ്വർഗം വിശുദ്ധമാണ്. ഞങ്ങളുടെ സ്വർഗം ദേവാദി ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗമാണ്. ഞങ്ങളുടെ സ്വർഗം ദൈവാദി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗമാണ്. കൈ ഉയർത്തിയ ആ ദൈവത്തിന് ആമീൻ പറഞ്ഞേ. ഒന്ന് ശക്തിയോടെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. എൻ്റെ ദൈവമക്കൾ കേൾക്കണം. നിന്നെ നശിപ്പിക്കാൻ കത്തിച്ചത് ആര് കത്തിച്ചോ അവർ ഈ തീയിലകപ്പെടും. ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞോ. ഇന്ന് രാവിലെ നിനക്ക് എതിരെ എവിടുന്ന് തീ കത്തിയോ അവിടേക്ക് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി ചെല്ലാൻ പോവാ. യേശുവേ എന്നൊന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന ആളുകൾ അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവിന്റെ നാമത്തെ ഇന്ന് രാവിലെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ആ നാമത്തെ ഒന്ന് ഉയർത്തിയേ. ആത്മാവനോട് പറയുക, എവിടെ നിന്ന് നിനക്കെതിരെ തീ കത്തിയോ അവിടേക്ക് ഇന്ന് രാവിലെ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി ചെല്ലുക. എവിടെ നിന്ന് നിനക്കെതിരെ ദുഷ്ടശക്തി വ്യാപരിച്ചോ അവിടേക്ക് ഇന്ന് രാവിലെ എന്നോട് ആത്മാവ് പറയുന്ന വാക്ക് ഇങ്ങനെയാ. ചില ഗൂഢാലോചനകൾ പൊട്ടാൻ പോകുകയാ. ചില ഗൂഢാലോചനകൾ പൊട്ടാൻ പോകുകയാ. ചില ഗൂഢതന്ത്രങ്ങൾ പൊട്ടാൻ പോകുകയാ. നിനക്ക് എതിരെ വ്യാപരിച്ച എല്ലാ ദുർശക്തിയുടെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ പൊട്ടിമാറുക.
കരമടിച്ച യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആദരം തുറന്ന നാമത്തെ വിളിച്ചു. ആത്മാവിനോട് പറയുക, ചില ഗൂഢതന്ത്രങ്ങൾ പൊട്ടിമാറാൻ പോകുക. നിനക്കെതിരെ ചെയ്തു കൂട്ടിയ ആഭിചാര ശക്തികൾ